ടൂറിസ്റ്റ് ബസ് കളറടിക്കും. വധശിക്ഷ കൊണ്ടുവരും. അത് ഇവിടുത്തെ ബ്ലോക്ക് വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് ഡിസ്പോസലും അതുപോലെ തന്നെ റെഗുലേഷൻസ് കൂടുതൽ കൊണ്ടുവരാൻ നോക്കും. റോഡെല്ലാം കംപ്ലീറ്റ്ലി നീറ്റാക്കും. നൈറ്റ് ലൈഫ് കുറച്ചുകൂടി നന്നായി കൊണ്ടുവരാൻ നോക്കും. വെള്ളമൊന്ന് മാറി കിട്ടാൻ ആഗ്രഹിക്കുന്നു. വെള്ളാള് വണ്ടി മോഡിഫിക്കേഷൻ ഓപ്പൺ ആക്കണം. സാമ്പത്തിക നില നോക്കിയിട്ട് കൊടുക്കണം എന്നാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കോടികൾ ചെലവഴിക്കാതെ ഒറ്റ വർഷം ഡെയിലി വേജസ് റിക്രൂട്ട് ചെയ്യണം. അപ്പൊ അവർക്കൊരു എംപ്ലോയ്മെന്റുമായി ബന്ധിപ്പിക്കണം എന്നുണ്ട്. ഒരാളുടെ അറിയും മറ്റേ ഒഴിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസത്തേക്ക് കേരള മുഖ്യമന്ത്രി ആവാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ബസ്സിനെ കളറടിക്കും. ടൂറിസ്റ്റ് ബസ് കളറടിക്കും. MVD-യുടെ നിയമങ്ങൾ കുറയ്ക്കും. കോളേജ് എത്തിയോടും പഠിക്കാൻ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. പഠിക്കേണ്ട ആ രീതിയിലൊക്കെ പഠനം വേണ്ടെന്ന രീതിയിലൊക്കെ നൈറ്റ് ലൈഫ് കുറച്ചുകൂടി നന്നായി കൊണ്ടുവരാൻ നോക്കും. റോഡൊക്കെ നന്നാക്കും. റോഡ് നന്നാക്കും. പിന്നെ ടൂറിസം മൊത്തത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസലും അതുപോലെ തന്നെ റെഗുലേഷൻസ് കൂടുതൽ കൊണ്ടുവരാൻ നോക്കും. ഇൻഫോ പാർക്കുകൾ പോലത്തെ ഡെവലപ്പ് ചെയ്യും എല്ലാ ജില്ലകളിലും. കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാണ്ട് കേരളം ഒരുപാട് വേസ്റ്റ് എല്ലാം ഒരുപാട് സ്ഥലത്തെല്ലാം കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ തന്നെ എല്ലായിടത്തും വേസ്റ്റാണ്. ഭയങ്കര നാറ്റവും. ടോട്ടൽ കേരള ഒന്നൊന്ന് ക്ലീൻ അപ്പ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി കുറേ പേര് സ്റ്റാഫിന് ഡെയിലി വേജസ് റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ അവർക്കൊരു എംപ്ലോയ്മെന്റുമായി പിന്നെ വേസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പിന്നെ റോഡ് നന്നാക്കണം. അപ്പോൾ നമ്മൾ തമിഴ്നാടോ കർണാടക എവിടെയും പോവുകയാണെങ്കിൽ നല്ല റോഡാണ്. നമുക്ക് ഒരു 100-ൽ 120-ലൊക്കെ സുഖമായിട്ട് പിടിച്ചു പിടിപ്പിക്കും. ഒരു കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിൽ ആക്സിഡന്റ് ഗുണമൊന്നും കാരണം റോഡ് കുണ്ടും കുഴിയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ റാഷ് ഡ്രൈവിംഗ് എല്ലാം. അപ്പോൾ റോഡ് നന്നാക്കണം. പിന്നെ കേരളത്തിൽ മൊത്തം ക്ലീൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ കുറച്ച് ജോബ് ക്രിയേഷൻ, പിന്നെ കുറച്ച് ഇൻഡസ്ട്രീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ഫാക്ടറീസ് എല്ലാം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ എല്ലാം കമ്മിയായിക്കൊണ്ടിരിക്കുക. മറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ്. ഇവിടെ പല പ്രശ്നങ്ങളും കാരണം. ഒന്ന് ജോബ് ക്രിയേഷൻ, പിന്നെ ടോട്ടൽ കേരളം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ റോഡൊക്കെ നന്നാക്കണം. ഇതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ഒരു ദിവസം കേരള മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? പൊളിറ്റിക്കലേ അല്ല, പൊളിറ്റിക്കലായിട്ടല്ല. എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ഇപ്പൊ ഉള്ളതൊന്ന് മാറി കിട്ടാൻ ആഗ്രഹിക്കുന്നു. വെള്ളാള് ഭരണം മാറി കിട്ടാനാണോ? എന്തെങ്കിലും നമുക്ക് നാട്ടില് കുറച്ച് മാറ്റങ്ങൾ, അതായത് ടൂറിസം ഡെവലപ്മെന്റോ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രായമായ ആൾക്കാരൊന്നും ചെയ്യാൻ ഇതൊന്നും മാറി കിട്ടിയ തലമുറയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അതൊന്നുമില്ല. താങ്ക് യു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടുകയാണ്. നിങ്ങൾ എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ചെയ്യാൻ ആഗ്രഹിക്കണത് ഇപ്പൊ എന്താ പറയാ, എല്ലാരും ആഗ്രഹിക്കണത് ചെയ്യാൻ ആഗ്രഹിക്കും. നിലവിലെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നൊരു കാര്യം മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പുതിയതായിട്ട് ഇവിടെ കേരളത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പുതിയതായിട്ട് എന്താ പറയേണ്ടത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയാ, ഇപ്പൊ കുറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നത്തിലൂടെ പോകാണ്ട് ഒരു ഇത് ഉണ്ടാക്കും. ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം, പിന്നെ വേസ്റ്റ്, അതൊക്കെ മഴ പെയ്യുമ്പോഴുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോട്ടില് വെള്ളക്കെട്ട്. അപ്പൊ അതിനൊക്കെ പിന്നെ ജോലി ഇവിടെ പ്രോപ്പർ ജോലി എല്ലാവർക്കും പഠിച്ച എല്ലാവർക്കും ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടണില്ല. സാലറി ഒക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിലൊരു സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അപ്പോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ എടുക്കേണ്ടി വരും. എന്താ പറയാ, ആദ്യത്തെ മാറ്റം എന്ന് പറയുമ്പോഴേക്കും കേരളത്തിൽ പറയുന്ന പോലെ വധശിക്ഷ കൊണ്ടുവരും. കൊണ്ടുവരണം. സ്പോട്ടിൽ എന്താ പറയാ അങ്ങനെയുള്ള കുറച്ച് പെട്ടെന്നുള്ള നടപടി സ്പോട്ടിൽ തീരുമാനം എടുക്കണം. ഈ നമ്മുടെ ഈ പറയുന്ന പോലെ ദുബായ്, ഈ പറയുന്ന ഖത്തറിലൊക്കെ ഉള്ള പോലെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് നടുക്കുവെച്ച ശിക്ഷ രീതികളൊക്കെ കേരളത്തിൽ കൊണ്ടുവരണം. ഇന്ത്യയിലെങ്കിലും കേരളത്തിൽ കൊണ്ടുവരണം. പിന്നെ വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഈ പൊതു ഖജനാവിലുള്ള വരുന്ന ഓരോ സ്വത്തുക്കളും, അല്ലെങ്കിൽ വരുന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ പോലും അത് പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റങ്ങൾ കൊണ്ടുവരണം.
കള്ളപ്പണം ഉണ്ടാവരുത്. എല്ലാം സുതാര്യമായിരിക്കണം. ഇനിയും വേറെ എന്തെങ്കിലും ഇതിനെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന പോലെ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് കള്ളത്തരം കാണിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ കാര്യം പിന്നെ ഒരുപാടുണ്ട്. നമുക്കിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പറഞ്ഞോളൂ. ടൈം ഉണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, 24 ഒരുപാട് കിട്ടും. പെട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടില്ല. ഓക്കെ, താങ്ക് യു. കേരള മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ ഫസ്റ്റ് വണ്ടി മോഡിഫിക്കേഷൻ ഓപ്പൺ ആക്കണം. ഓക്കെ. രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടികളുടെയും ബാക്കിയുള്ള ടാക്സുകളും കാര്യങ്ങളൊക്കെ മിനിമം കേന്ദ്രം ഓൾറെഡി എടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഈ കേരളം അതിന്റെ ഇരട്ടി എടുക്കുന്നുണ്ട്. അതൊരു മിതമായ നിരക്കിലേക്കാക്കി ബാക്കിയുള്ള എല്ലാത്തിന്റെയും പൈസകൾ കുറച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ആക്കുക. അത്രേ ഉള്ളൂ. വേറെന്തെങ്കിലും നമ്മുടെ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ? പിന്നെ വെഹിക്കിൾ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യാമറ വെച്ച് ഇത് എല്ലാം ക്യാപ്ചർ ചെയ്ത് നമുക്ക് പെറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ലൈൻ കീപ്പ് ചെയ്ത് പോകാത്ത വണ്ടികൾ അതിന് ഒരിക്കലും ഇല്ല. ലോറിക്കാർ ഏറ്റവും സ്പീഡ് ലൈനിൽ കയറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സ്പീഡ് ഓടിക്കാൻ പറ്റില്ല. നല്ലൊരു വണ്ടിക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന 4x4 വെഹിക്കിൾസ് മഴക്കാലം ആകുമ്പോഴേക്കും ഇത് തന്നെ ഗവൺമെന്റ് ഹയർ ചെയ്ത് റെസ്ക്യൂവിന് വേണ്ടി യൂസ് ചെയ്യും. എന്നിട്ട് അത് കഴിയുമ്പോഴേക്കും പെറ്റിയടിച്ച് നമ്മുടെ കയ്യിലേക്ക് തരും. ഇതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിമം ഒരു സാധാരണഗതിയിൽ ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരാൾക്ക് അത് ആ വണ്ടിയുടേതായ കുറച്ചെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് കൊണ്ടുനടക്കാനുള്ള കാര്യങ്ങളും അത് അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, നൈറ്റ് ലൈഫ് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സാമാന്യഗതിയിൽ ഒരു മനുഷ്യന് ജീവിച്ച് വെറുതെ ജോലി മാത്രമല്ലാതെ എൻജോയ് ചെയ്യാനും കൂടെ ഉള്ള ഒരു എല്ലാ ഫെസിലിറ്റിയും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണല്ലോ കുട്ടികൾ ഇന്ന് രാജ്യം വിട്ടു പോകാനുള്ളത്. കേരളം ആർക്കും വേണ്ട. ഇവൻ നമ്മുടെ മുഖ്യമന്ത്രി രാജ്യം വിട്ടു പോയി ആൾ പോകുന്നുണ്ടല്ലോ. ഇവിടെ എത്ര സ്വർഗ്ഗമാണ് ഇവിടെ നിന്നാ പോരെ. ഇവൻ ചികിത്സയ്ക്ക് പോലും ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ വിദേശത്ത് പോയി എൻജോയ് ചെയ്യുന്നു, വിദേശത്ത് പോയി ചികിത്സ ചെയ്യുന്നു. നമ്മൾ മാത്രം മണ്ടന്മാരായിട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ നമ്മൾ വെറുതെ അല്ല നിൽക്കുന്നത്. രാവിലെ പല്ല് കേൾക്കുന്ന പേസ്റ്റ് തൊട്ട് നമ്മൾ ഇടുന്ന അണ്ടർവെയർ വരെ നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ പൈസ മേടിച്ച് നമ്മുടെ അണ്ടർവെയർ ഉരുവിടേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ റോഡെല്ലാം കംപ്ലീറ്റ്ലി നീറ്റാക്കും, അടിപൊളിയാക്കും. കാരണം ഭയങ്കര തണ്ടൽ ഇവിടുന്ന് അങ്ങ് ആലപ്പുഴ വരെ ഒന്നും പോകാൻ വയ്യ ബൈക്കിലിരുന്നിട്ട്. സോ റോഡെല്ലാം നല്ല റോഡ്. പിന്നെ വേറെന്താണ്? വേറെന്താ, എഡ്യൂക്കേഷൻ സിലബസ് മാറ്റും. പെട്ടെന്ന് നമുക്ക് ജോബ് കിട്ടുന്ന രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും പെട്ടെന്ന് ജോലി കിട്ടും. അതായത് ഒരു വെറുതെ ഡിഗ്രിയും +2 കഴിഞ്ഞിട്ടും വെറുതെ ഇരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതിന് പകരമായിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് അതിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ അങ്ങനെ കൊണ്ടുവരും. നമ്മൾ വിദേശ രാജ്യങ്ങളെ കണ്ടിട്ടില്ലേ? സോ അവരൊരു 18 വയസ്സ് കഴിയുമ്പോൾ അവർക്കൊരു ജോലിയാവും. അതുപോലെ നമുക്ക് കൊണ്ടുവരാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മാക്സിമം പരിഹരിക്കും. ഇതുപോലെ അഴിമതിക്ക് ശക്തമായ പോരാട്ടം ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഇവിടുത്തെ നമ്മുടെ ഈ നിലവിലെ സിസ്റ്റം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ടോ? നിലവിലെ സിസ്റ്റം മാറാനുണ്ട്. ഇപ്പൊ ഏത് മേഖലയിലാണ് കൂടുതൽ? ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധി വരുന്നു. അപ്പൊ ആദ്യം തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇത്രയും കോടികളുടെ ചെലവ് ഉണ്ടാവില്ലല്ലോ. ആ സിസ്റ്റം എല്ലാ രാഷ്ട്രീയക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാറ്റം വരും. അതായത് അവിടെ ഓൾറെഡി മത്സരിച്ച് അതെ, അങ്ങനെ അവരാ വരുന്ന ചെലവ് സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കണം, അല്ല അവരൊന്ന് ഈടാക്കണം ഒരു നിയമം കൊണ്ടുവരും. ജനങ്ങളെ ശരിക്കും പറ്റിക്കാൻ തുല്യമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും പറ്റിക്കാൻ തുല്യമാണ്. അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇലക്ഷൻ ഇന്ത്യയിൽ ഒറ്റ ഇലക്ഷനാണ് വേണ്ടത്. അങ്ങനെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, കോടികൾ ചെലവഴിക്കാതെ ഒറ്റ ഇലക്ഷൻ വേണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം ഇവിടുത്തെ ബ്ലോക്ക് വേസ്റ്റ് മാനേജ്മെന്റ് പരിപാടിക്ക് ഒരു പരിഹാരം ഉടനെ കൊണ്ടു. പ്രത്യേകിച്ച് കൊച്ചിയിൽ ബ്ലോക്ക് മീൻസ് ട്രാഫിക് ബ്ലോക്ക്. കൂടുതൽ നല്ല റോഡുകളാണ് ഇവിടുത്തെ കുറച്ച് കേരളത്തില് കുറച്ച് പരിതാപകരമായിട്ട് തോന്നുന്നത്. എന്തായാലും ഒബ്വിയസ്ലി റോഡുകൾ എന്തായാലും ശരിയാക്കേണ്ടി വരും. പിന്നെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഡ്രെയിനേജ് ഇഷ്യൂ, അതിനെന്തായാലും ഒരു സൊല്യൂഷൻ എന്തായാലും കുറെ നാളുകളായിട്ട് നമ്മൾ നോക്കണം.
പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ബ്രഹ്മപുരത്തൊക്കെ അങ്ങനെ കത്തി പിടിച്ചിട്ടുള്ള നമ്മൾ അത് സോൾവ് ചെയ്യാനാണ് പ്രോപ്പർ സിസ്റ്റം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതെന്തായാലും നമ്മൾ അത് പ്രോപ്പറായിട്ട് അതിനെ കുറിച്ച് പഠിച്ച് അതിനെ സോൾവ് ചെയ്യാനുള്ള തീരുമാനം. എപ്പോഴും ജനറൽ ആയിട്ട് വരുന്ന പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമം, പീഡന പ്രശ്നം, അത് ഇപ്പോഴും അതിനൊരു പണിഷ്മെന്റ് നല്ല രീതിയിലല്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എപ്പോഴും അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഇപ്പൊ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ കർക്കശമായിട്ടുള്ള ശിക്ഷ വരുന്നോണ്ടാണ് അത് പിന്നെ പേടി വരുന്നത്. ഗേൾസിന് എപ്പോഴും രാത്രിയൊക്കെ ഇറങ്ങി നടക്കാനുള്ള, ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ ഇപ്പൊ കുറെയൊക്കെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. നമുക്കൊരു 11 മണി 12 മണി സമയത്ത് നോക്കിയാലും ഗേൾസ് ഒക്കെ ഇപ്പൊ നമ്മള് കടകളിലൊക്കെ ആയാലും ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ എന്റെ വീട് തൃശ്ശൂരാണ്, അവിടെയൊന്നും അങ്ങനെ അത്രയും ബോൾഡായിട്ട് എല്ലാവർക്കും ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എല്ലായിടത്തും അങ്ങനെ ഒരു ഫ്രീഡം നൈറ്റ് ലൈഫ് എന്നല്ല, അതിപ്പോ നൈറ്റ് മാത്രല്ലല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എപ്പോഴും ചെറിയ കുട്ടികളടക്കം മുതിർന്നവര് വരെ ധൈര്യമായിട്ട് നടക്കാൻ പറ്റണം രാത്രി. അതിനുള്ളൊരു മെത്തേഡ് സ്വീകരിക്കും. അങ്ങനെ ഒരു ചാൻസ്. ഞാൻ പോയിന്റ് ചെയ്യുന്നത് എപ്പോഴും ഏത് സമയത്തും സ്ഥലകാലം എന്നില്ല, പ്രായപരിധി ഇല്ലാണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, പീഡനങ്ങൾ പോലെയുള്ള കേസസ്, അതിന് എതിരെ നല്ലൊരു അതെ ആൾക്കാർ പേടി വരണം. അയ്യോ ഇങ്ങനെ ചെയ്താ പിന്നെ എന്റെ ലൈഫ് കഴിഞ്ഞു എന്നുള്ളൊരു പേടി ചെയ്യാൻ പോകുന്ന പ്രതികൾക്ക് ഫീൽ ചെയ്യണം. അങ്ങനെയാണ്, അതാണ് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംഗതി. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഉള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ, അതായത് പഠനം മാത്രമല്ല ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ സ്പോർട്സ് ആയാലും ഇപ്പോൾ ബാക്കി ഓരോ കുട്ടികളുടെ കഴിവനുസരിച്ച് ചെറുപ്പം തൊട്ട് തന്നെ ഒരു ഗ്രാസ് റൂട്ട് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പം എല്ലാവരും ഇങ്ങനെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും കേരളവും ഇന്ത്യയൊന്നും അങ്ങനെ മികച്ച് നിൽക്കുന്നില്ല. അപ്പം അത് ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആവണമെന്നാണ് ഒരു അഭിപ്രായം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ സ്പോർട്സ് ആണ്. കാരണം അപ്പോൾ ഇഷ്ടംപോലെ സ്റ്റേഡിയങ്ങൾ ഇവിടെ ഉപയോഗശൂന്യമല്ലാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഡെവലപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ നമ്മുടെ സൗത്തിലെ അംബേദ്കർ സ്റ്റേഡിയം, നമ്മുടെ ഈ കലൂർ സ്റ്റേഡിയം, ഞാൻ പറഞ്ഞത് ഞാൻ ഒരു മാസം ഞാൻ ദുബായിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് സ്റ്റേഡിയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്, നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യം, ഞാൻ പറഞ്ഞ വലിയ ആഡംബരമായിട്ടല്ല, ബേസിക് ആയിട്ടുള്ള ചെറിയ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ. ഇപ്പോൾ ടെറഫ് കളിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പൈസ കൊടുക്കണം ഇത്ര മണിക്കൂർ. നമ്മളിവിടെ എന്തോരം പറമ്പുകളും അല്ലെങ്കിൽ എന്തോരം സ്ഥലങ്ങൾ വെറുതെ ഇറങ്ങാം. നമ്മൾ അത് തന്നെ ഡെവലപ്പ് ആക്കിയിട്ട് സർക്കാർ നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കി എടുക്കണ നല്ല നല്ല സ്പോർട്സ്മാൻ അല്ലെങ്കിൽ എല്ലാ പിന്നെ മെയിൻ വെള്ളക്കെട്ടാണ്. അത് മഴ പെയ്ത നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലെ ഇരിക്കുമ്പോൾ നമുക്ക് മുട്ടോളം വെള്ളമാണ്. അപ്പൊ അത് ഒന്ന് കറക്റ്റ് ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടൊരു പ്രശ്നം. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ഒക്കെ വെറുതെ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളുടെ നാടിനൊക്കെ തള്ളിപ്പറയല്ല, നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഫുഡ് ക്വാളിറ്റിയാണ്. കാരണം ഞാൻ പറയാം, ഇപ്പൊ അവിടെ ആയിരുന്നു, അപ്പൊ അവിടെ നിന്നൊരു പച്ചവെള്ളം കുടിച്ചപ്പോൾ നമുക്ക് അതിന്റെ മനസ്സിലായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി രണ്ടും ക്വാളിറ്റി വൈസ് നോക്കി. ന്യൂസിൽ പലയിടത്തും കാണുന്നതാണ് ഫുഡ് പോയിസൺ ആയിട്ട് മരണം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ഇന്നിപ്പോ ഒരു ന്യൂസ് കണ്ടല്ലോ അല്ലെ, DLF ഏതൊരു ഫ്ലാറ്റില് എത്രയോ പേര് ഒരുമിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എല്ലായിടത്തും. അതിലങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളടക്കം എല്ലാവർക്കും അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല. ഭക്ഷണം എല്ലായിടത്തും ഏത് നാട്ടിലായാലും നമുക്ക് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ബെറ്റർ ആക്കിയേ പറ്റുള്ളൂ. സിൻസിയർ ആയിട്ടുള്ള ഒരു ഭരണ സിസ്റ്റം, അതാണ് ആഗ്രഹിക്കുന്നത്.